ഹലോ മച്ചന്മാരെ, വീണ്ടും നമ്മൾ അടുത്തൊരു പുതിയൊരു തയ്യാറെടുപ്പ് ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോവുകയാണ്. ഞണ്ട് തോരൻ. അന്നത്തെ മീൻകറിയെപ്പോലെ എന്താവും എന്നറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഫ്ലോപ്പാവും, ചിലപ്പോൾ സൂപ്പറാവും. എന്തുണ്ടെങ്കിലും അറിയിക്കുന്നതായിരിക്കും. ആദ്യത്തെ പ്രക്രിയയിലേക്ക് പോവാം. എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടന്നിരിക്കുന്നു. ഇതൊക്കെ അളവൊന്നും ചോദിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതുപോലെ അങ്ങ് ഇട്ടോണം. കരിവേപ്പില ഇട്ടു, ഇഞ്ചി ഇട്ടു, കിണ്ടലോട് കിണ്ടൽ, 2 മുളക് ഇട്ടേട്ടാ. അടുത്ത ഉള്ളി, അടുത്ത് വീണ്ടും കിണ്ടലോട് കിണ്ടൽ, തക്കാളി. ഇതൊന്ന് വൈറ്റ് ചെയ്തൊക്കെ വരണം. ആൻസിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുറച്ച് ഷൈ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രകടനങ്ങൾ. ഗൈസ്, മണമൊന്നും വന്നില്ല കേട്ടോ. സോറി, തേങ്ങ അരച്ചു. ആർക്കും ഒരു തെറ്റ് പറ്റ. ഞണ്ട് അൻസിയുടെയാണ്. ആരോ പറഞ്ഞതുപോലെ ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. അതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോണത്. ഇങ്ങനെയൊന്നുമല്ലെന്ന് നാട്ടുകാർക്ക് അറിയാം. നമ്മളെ വെച്ച് നോക്കാം. അങ്ങനെ നമ്മളെ ഞണ്ട് എന്ത് പരിവായെന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായി. ഇതാണെന്ന് നമ്മളെ ഉച്ചത്തെ ലഞ്ച്. നിങ്ങൾ ലഞ്ചൊക്കെയാണെന്ന് മനസ്സിലായിക്കോ, ഇതിൽ പറഞ്ഞു തരാനൊന്നും വയ്യ. ചെന്ന് ടെസ്റ്റ് ആൻസി ഇന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന്. ആൻസി ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. നീ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻസി കഴിച്ചു? ഞാൻ കഴിക്കില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ചോറ്, കുറച്ച് ഞണ്ട്, എന്നിട്ട് കുറച്ച് മീന് ആക്കി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞണ്ട് വലിയ ഫ്ലോപ്പൊന്നുമല്ല, നമുക്ക് കഴിക്കാം. ഒരാവറേജ് ഞണ്ട്, അങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉള്ള ഞണ്ടൊന്നുമില്ല, നോർമൽ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു എക്സ്പെരിമെൻ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.